കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിന് നിയന്ത്രണങ്ങളുമായി റിസർവ് ബാങ്ക്. ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന് എതിരെയാണ് ഈ നടപടി. RBIയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. MS ലിഷോയാണ് വിവരങ്ങളുമായി. ലിഷോയി, തൃശൂർ ജില്ലയിലെ CPM ഭരിക്കുന്ന കരുവന്നൂർ ഉൾപ്പെടെ ബാങ്കുകളെ കുറിച്ചായിരുന്നു നേരത്തെ വാർത്തകൾ, അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നത്. ഈ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിന് RBI നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യം എന്താണ്? ലിഷോയി, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിന് നിയന്ത്രണങ്ങളുമായി റിസർവ് ബാങ്ക് എന്നതാണ് വാർത്ത. ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിക്കുന്ന ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന് എതിരെയാണ് ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ ഒരു ഇടപെടൽ നടപടി ഉണ്ടാകുന്നത്. റിസർവ് ബാങ്കിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു, അതുകൊണ്ട് നിയന്ത്രണം എന്നതാണ് മനസ്സിലാകുന്നത്. ലിഷോയ്, കേൾക്കാമെങ്കിൽ മാർഗനിർദ്ദേശത്തിന് വിരുദ്ധമായി എങ്ങനെ പ്രവർത്തിച്ചു എന്നാണ്, അക്കാര്യത്തിൽ എന്ത് വിശദാംശമാണ്, പ്രതികരണമാണ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്? റിസർവ് ബാങ്കിന്റെ ഇടപെടൽ അത്രത്തോളം കർശന സ്വഭാവത്തിലുള്ളതാണ്. ലിഷോയ്ക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ആ റിപ്പോർട്ടിലേക്ക് വിശദമായി നമുക്ക് പിന്നീട് അടുത്ത ബുള്ളറ്റിനിൽ എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലാണ് നിർണായക ഇടപെടൽ RBIയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. RBIയുടെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ബാങ്കിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് RBIയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ല ബാങ്കിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഇവയാണ്: ബാങ്കിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, വായ്പകൾ നൽകാൻ പാടില്ല, ബാങ്കിൻ്റെ വസ്തുവകകൾ ഒരു തരത്തിലും വിൽക്കാൻ പാടില്ല, കൂടാതെ ഈ ബാങ്കിൻ്റെ നിലവിലുള്ള കടങ്ങൾ വീട്ടുന്നതിനും മറ്റുമായി ഒന്നും തന്നെ യാതൊരു വിധത്തിലും ലേല പ്രക്രിയകളോ ഒന്നും തന്നെ നടത്താൻ പാടില്ല. അങ്ങനെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് 10,000 രൂപയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പരമാവധി പിൻവലിക്കാവുന്ന തുക 10,000 രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 6 മാസത്തോളം തുടരും. അതായത് ജൂലൈ 30-ാം തീയതി മുതലാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 6 മാസത്തേക്ക് ഈ നിയന്ത്രണങ്ങൾ തുടരും. 6 മാസത്തിന് ശേഷവും ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൃത്യമായ ഒരു സംതൃപ്തി ഇല്ല എങ്കിൽ ആ നിയന്ത്രണങ്ങൾ വീണ്ടും നീട്ടാനുള്ള ഒരു അധികാരവും റിസർവ് ബാങ്കിനുണ്ട്. അതിനോടൊപ്പം തന്നെ റിസർവ് ബാങ്ക് അധികൃതർ പലതവണ ഈ ബാങ്കിൻ്റെ നടത്തിപ്പുകാരുമായി പലതവണ ബന്ധപ്പെട്ടിരുന്നു, മാനേജർമാർ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴൊന്നും തന്നെ ഈ ഒരു നിയന്ത്രണങ്ങൾ പാലിച്ച് കൃത്യമായി മുന്നോട്ട് പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശരി, MS ലിഷോയ് തൃശ്ശൂരിൽ നിന്നാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.